ശൂന്യവേള അനുവദിക്കാത്തതിനെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വീണ്ടും ബഹളം. തെരുവുനായ ആക്രമണത്തെ സംബന്ധിച്ച ചർച്ച അനുവദിക്കാത്തതിനെ തുടർന്ന് RMP കൌൺസിലർമാർ പ്രതിഷേധിച്ചതാണ് ബഹളത്തിനിടയാക്കിയത്. യോഗത്തിൽ അജണ്ട വായിക്കുന്നതിന് മുമ്പ് സംസാരിക്കാനായി RMPയുടെ സോമൻ ചെറുകുന്ന എഴുന്നേറ്റതോടെ അടിയന്തര കൌൺസിലിൽ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് ചെയർപേഴ്സൺ നിലപാടെടുത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ചൊവ്വന്നൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തെരുവുനായ ആക്രമണം സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു RMP അംഗങ്ങളുടെ ആവശ്യം. ശൂന്യവേള അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് RMP കൌൺസിലർമാരായ സോമൻ ചെറുകുന്ന, PK ബിനീഷ് എന്നിവർ ചെയർപേഴ്സന്റെ മേശയ്ക്ക് മുന്നിലെത്തി പ്രതിഷേധിച്ചു. ഇതോടെ മറ്റ് ഭരണപക്ഷ കൌൺസിലർമാരും എഴുന്നേറ്റ് സംസാരിക്കാൻ ആരംഭിച്ചതോടെ യോഗം ബഹളത്തിൽ മുങ്ങി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജനപ്രതിനിധികളെ സജ്ജരാക്കുന്നതിനുള്ള ക്യാമ്പയിൻ സംബന്ധിച്ച ഒരു വിഷയം മാത്രമാണ് വെള്ളിയാഴ്ച ചേർന്ന പ്രത്യേക കൌൺസിൽ യോഗത്തിന്റെ അജണ്ടയിലുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച മറ്റ് അറിയിപ്പുകൾ കൌൺസിലർമാർക്ക് നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ബഹളങ്ങൾക്കിടെ കൌൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു. കഴിഞ്ഞ മെയ് 30-നാണ് ചൊവ്വന്നൂർ വിളക്കുംതറയ്ക്ക് സമീപം വീട്ടമ്മ ഉൾപ്പെടെ 3 പേരെ തെരുവുനായ കടിച്ചത്. നായയ്ക്ക് പിന്നീട് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. വിഷയത്തിൽ പേവിഷബാധ പരിശോധന നടത്തുകയല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായില്ലെന്നും കാലങ്ങളായി ഉന്നയിക്കുന്ന വിഷയമായിട്ടും നഗരസഭ ചെറുവിരൽ അനക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി മുന്നോട്ടു പോകേണ്ടി വരുന്നതെന്നും RMP അംഗങ്ങൾ പറഞ്ഞു. പേവിഷബാധയേറ്റ നായ ആളുകളെ കടിച്ചതിനെ തുടർന്ന് നഗരസഭയുടെ ഭാഗത്ത് ഈ നായയെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമല്ലാതെ ഒരു നടപടിയും ചെയ്യാൻ വേണ്ടി നഗരസഭ തയ്യാറായില്ല. അതിനുശേഷം ജനറൽ കൗൺസിലേഴ്സ് ബഹുമാനപ്പെട്ട കളക്ടറെ കാണുകയും പരാതി കൊടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ മൃഗസംരക്ഷണ വകുപ്പിനോടും തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന രീതിയിൽ സെക്രട്ടറിയോടും ഉത്തരവ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഇടപെട്ടത്. കളക്ടർ ചോദിച്ചത് ഇവിടെ ABC പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ, അതിനുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യാത്തത്, ഇത്തരം കാര്യങ്ങളാണ്. കാലങ്ങളായി നമ്മൾ പറയുന്ന ഒരു വിഷയമാണ് തെരുവുനായ്ക്കളുടെ ശല്യം, അതുപോലെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെ. പക്ഷെ നഗരസഭ ചെറുവിരൽ അനക്കാൻ തയ്യാറാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സമരവുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. അതേസമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ യോഗം ബോധപൂർവം തടസ്സപ്പെടുത്താനാണ് RMP അംഗങ്ങൾ ശ്രമിച്ചതെന്നും പരിസ്ഥിതിക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ പദ്ധതികൾ കുന്നംകുളം നഗരസഭയിൽ ചർച്ച ചെയ്യുക പോലും അരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രതികരിച്ചു. ഇന്നത്തെ കൗൺസിലിലെ അവർ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ തെരുവുനായുമായി ബന്ധപ്പെട്ടാണ്. 2 ദിവസം മുമ്പ് കുന്നംകുളത്ത് 2-3 വാർഡുകളിലായിട്ടൊരു തെരുവുനായ വിഷം ഇളകി എന്നുള്ളതൊക്കെ പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞു. തെരുവുനായ കുറച്ച് പേരെ കടിച്ചു എന്നുള്ളൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ആ നായയെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, തെരുവുനായെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം നഗരസഭ ഒരുക്കി. അതോടൊപ്പം തന്നെ ഈ തെരുവ് നായ്ക്കൾക്ക് കുത്തിവെപ്പ് നൽകുന്നതിനുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ ചെയ്തിട്ടുള്ളതാണ്. കൃത്യമായി ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭ അതിന് വേണ്ട നടപടികൾ എടുത്തിട്ടുള്ളതാണ്. നിലവിൽ എന്താണ് നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നടപടികളെല്ലാം നിലവിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയം കൃത്യമായി അത് പരിഹരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ആ ഒരു വിഷയം ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ട കൗൺസിൽ RMP കൗൺസിലർമാർ അലങ്കോലപ്പെടുത്തിയിട്ടുള്ളത്.